നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വഴിയെ പോകുന്നവരെ മാരണങ്ങളെ പിടിച്ച് ബിസിനസ് പാർട്ണർ ആക്കിയതും പോരാ, ഇപ്പൊ മറ്റുള്ളവരും കുറ്റക്കാരായി. ഞാൻ അറിഞ്ഞോ ആ സുജിത് മേനോൻ അങ്ങനെയുള്ള ആളാണെന്ന്? പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടുകൾ മാത്രം ചെയ്താൽ മതിയെന്ന്. അപ്പൊ നിനക്കതൊന്നും പോരാ. ഇപ്പൊ അനുഭവിക്കുന്ന ആരാ? നമ്മുടെ മോൻ സൂര്യ. അങ്ങനെ അനുഭവിക്കാൻ ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. എനിക്കറിയാം അവനെ പുറത്തു കൊണ്ടുവരാനും അവന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ പണം തിരിച്ചെടുക്കാനും. അതെ ആന്റി, എന്റെയും തീരുമാനവും അത് തന്നെയാ. സൂര്യ ചതിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനു മുമ്പ് ഞാൻ ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചെന്ന് ആന്റി തന്നെ എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം. ഇത് ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നീ ഒരൊറ്റൊരാള് കാരണം നമ്മുടെ മോനെ ഗതികേട് വന്നേ. അവളുടെ ഒരു സുജിത് മേനോൻ. സൂര്യ, നിനക്ക് തന്നെ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ സൂര്യ. നീ അടുത്തില്ലാത്ത ഓരോ നിമിഷവും എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെയാ സൂര്യ. പാവം ഭാവന, അവളിപ്പോ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഭാവന, എനിക്കറിയാം നീ ഇപ്പൊ എന്നെ പോലെ ഉറങ്ങാതിരിക്കുകയാണെന്ന്. സൂര്യ, എന്റെ മനസ്സ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെ ചതിച്ചത് ആരായാലും ഉടനെ വിളിച്ചത് വരും. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരന്തങ്ങളായി ഈ കുടുംബത്തിന്. കോടികളുടെ ബാധ്യതയിൽ വീട് നഷ്ടപ്പെട്ടു നിന്ന വിജയപത്മന് വീട് തിരിച്ചെടുത്ത് കൊടുത്തത് ഇവളല്ലേ? അതിനുള്ള പണം ഭാവനയ്ക്ക് എവിടുന്ന് കിട്ടി?
ആ അമ്മേ. മോളെ, മക്കളെന്താ ഇന്നലെ സേതുവിനൊപ്പം ഇങ്ങോട്ട് വരാതിരുന്നത്? നിന്റെ വിഷമം കാണാൻ അവിടെ ആരാ ഉള്ളത്? നീയല്ലേ പറയാറുള്ളത്, ഒരു വിഷമം വരുമ്പോ അമ്മയെ കെട്ടിപ്പിടിച്ചാൽ നിന്റെ പകുതി വിഷമം മാറുമെന്ന്? അതെങ്ങനെയാ അമ്മേ? ഒരാപത്ത് വരുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു നിന്നാ ജയനിർമ്മല ആന്റിക്ക് എന്തെങ്കിലും തോന്നില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല മക്കളെ. മക്കൾ പറഞ്ഞതാ ശരി. ഇനിയിപ്പോ തിങ്കളാഴ്ചയല്ലേ ജാമ്യം കിട്ടത്തുള്ളൂ? അതെ അമ്മ. ലോക്കപ്പിൽ കിടക്കണമെന്ന് സൂര്യയുടെ ജാതകത്തിലുണ്ടാവും. എന്നാലും 10 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ നിസ്സാരമാണോ? എനിക്കൊന്നും അറിയില്ലമ്മേ. ഞാനിതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അവിടെ ജയും സൂര്യയുടെ അച്ഛനൊക്കെ എന്തു പറയുന്നു? അങ്കിളിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആന്റി കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും പാഴാക്കുന്നില്ല. എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. അതെന്താ മക്കളെ അങ്ങനെ പറഞ്ഞത്? ആരാമേ? ഭാവനെ. എന്താ? ആരാമ്മേ? സേതുവണ്ണാണോ? ആ സേതുവാ. അമ്മ, ഫോണൊന്ന് സ്പീക്കർ ഫോണിലിടോ? ഓ, ദേ ഇത് സ്പീക്കർ ഫോൺ ഇടാൻ. പറ മോളെ. സേതുട്ടാ, ഇവിടെ ഒരു തമാശ നടന്നു. പക്ഷേ പറഞ്ഞവർക്കത് സീരിയസാ. എന്താ മോളെ കാര്യം? വേറെന്തെങ്കിലും സംസാരം നടന്നോ? അതേട്ടാ, സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ കാശേ ഞാൻ എടുത്തു എന്നാ പറയുന്നത്. അയ്യോ, ആ കാശുകൊണ്ടാണ് വല്യച്ഛന്റെ വീട് ഞാൻ തിരികെ എടുത്തു കൊടുത്തതെന്നും പറയുന്നു. എന്റെ ഭഗവാനെ. അവർക്കെന്താ തലയ്ക്ക് ലോളമുണ്ടോ? വെറുതെ അവരുടെ അസുഖം മാറാത്തു. ഇതല്ലേ സ്വഭാവം? അങ്ങനെയൊന്നും പറയല്ലേ സേതുട്ടാ. അസുഖം ആർക്കും വരാം. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ മോളെ? ഇതിങ്ങനെ ഇടപെടുത്ത് ഞാൻ കൊണ്ടുവരുമോ? ഇതാണ് സേതുവേട്ടന്റെ കുഴപ്പം. എന്ത് കേട്ടാലും അപ്പൊ അങ്ങ് എടുത്തു ചാടും. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? പറയുന്നവരെല്ലാരും അങ്ങ് പറയട്ടെ. വിവരമില്ലാത്തവരെ നമുക്ക് തിരുത്താനാവില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. പോട്ടെ സേതുട്ടാ. പിന്നെ സേതുവേട്ടൻ ഈ വിവരം ഒന്ന് വല്യച്ഛനെ അറിയിച്ചേക്ക്. ഞാനവരെ സഹായിച്ചോ ഇല്ലയോന്ന് വല്യച്ഛനും വല്യമ്മയും തന്നെ പറയട്ടെ. ഒരിക്കലും നിനക്ക് സപ്പോർട്ട് ചെയ്ത് വെല്ലിച്ചനും വല്യമ്മയും സംസാരിക്കത്തില്ല മോളെ. അത്രയ്ക്ക് വൈരാഗ്യമാണ് അവർക്ക് നിന്നോട്. പിന്നെ നീ അവരെ സഹായിച്ചതൊക്കെ അവരെപ്പോഴും മറന്നു കാണും. ഇല്ല സേതുട്ടാ, ആ പഴയ വല്യച്ഛനല്ല ഇപ്പോ ഉള്ളത്. നീ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കത്തില്ല. ഒരു മനുഷ്യൻ സ്വന്തം അനുഭവത്തിലൂടെ മാറുകയാണെങ്കിൽ അവിടെ അയാളുടെ നല്ല സമയം തുടങ്ങിയെന്നാണ് അർത്ഥം. ഇവിടെ വല്യച്ഛനും വല്യമ്മയും മാറിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്കെന്താ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നിന്റെ കണക്കൂട്ടിലൊന്നും തെറ്റായിരിക്കട്ടെ. ഞാൻ എന്തായാലും വെല്ലിച്ചനെ വിളിച്ച് സംസാരിച്ചേക്കാം. എന്താ പറയുന്നതെന്ന് അറിയാലോ. സേതുട്ടാ, ഭരത്ത് വിളിച്ചിരുന്നോ? ഇല്ല മോളെ, അവനിപ്പോ നമ്മളെ ഒന്നും വേണ്ട. അവന്റെ സമയദോഷത്തിന്റെ അമ്മേ, എല്ലാം ശരിയാവും. അവനിപ്പോ വന്ന് ശരിക്കും അമ്പാലികയുടെ മരുമകനായി. പെറ്റമ്മയെ ഒന്ന് വന്ന് കാണണമെന്ന് പോലും അവന് തോന്നില്ല. അമ്മേ, ആദ്യം ഒന്ന് വിളിക്കട്ടെ, പിന്നല്ലേ കാണാൻ വരുന്നേ. എന്നാ ശരി സേതുട്ടാ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മക്കളെ.